ജമന്തി അവളെന്തി? എനിക്കറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടെന്ന്. എന്ത് കേക്കാൻ വയ്യ അത്രയ്ക്ക്. എന്താ പ്രശ്നം? നീ അങ്ങോട്ടൊന്ന് ചോദിക്കുക എന്തോന്നാണെന്ന്. എന്താണ് അമ്മ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തീർത്താ പോരെ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. അത് ഞങ്ങൾ തമ്മിൽ അങ്ങ് തീർപ്പാക്കിക്കൊള്ളാം. നീ എന്തോ കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതാ. ഞാൻ എന്ത് കാര്യം? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഒന്നുമില്ല. അതാണ് ഞാൻ ചോദിച്ചിട്ട് എന്തൊക്കെ ചോദിച്ചിട്ട് ഒരക്ഷരം അവള് മിണ്ടണമല്ല. മോന്ത ഇറക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതിനെന്തോ കുറ്റം ചെയ്തത്? അവിടെ ഇരിക്കും നിങ്ങളൊരു ഭാഗത്ത് വെറുതെ കലിതുള്ളാൻ നിൽക്കണ്ട രാവിലെ തന്നെ. അതെന്താ അറിയോ, ചിലപ്പോ കടുന്നല് കുത്തി കാണും, അല്ലെങ്കിലേ മോന്ത വീർത്തിരിക്കല്ലേ. തേനീച്ച കുത്തി. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. നീ എന്തോ പറഞ്ഞവളെ പറ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ. അല്ലെങ്കിൽ പിന്നെ അവൾ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്തൊക്കെ ചോദിച്ചു, ഒരക്ഷരം അവള് മിണ്ടണമല്ലോ. മക്കളെ ചായ എടുത്തോണ്ട് കൊടുക്ക്. മക്കളെ ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കേണ്ടുന്നത്? കറി എന്താണ്? അതെന്താണ്? അവളൊരു അക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ അല്ലായിരുന്നല്ലോ ഇന്നലെ വരെ. ഇന്നിപ്പോൾ അവൾക്ക് എന്തോ തോന്നുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ, നീ എൻ്റെ അടുത്ത് ചാടി കടിക്കുന്നതൊക്കെ അവളുടെ ചാടി കടിക്കാൻ നിൽക്കരുത്. അവൾ അന്യ വീട്ടിൽ നിന്ന് വന്ന പെണ്ണാണ്. ഞാൻ കാര്യം പറഞ്ഞേക്കാം. എന്റെ അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ വല്ലതും ഒപ്പിച്ചോ? ഇനി എന്നെ പ്രശ്നക്കാരിയാക്കിക്കോ. ഞാനായിക്കോളാം പ്രശ്നമെല്ലാം കൂടെ. അതും കൂടെ ഇനി എൻ്റെ തലയിരിക്കട്ടെ. നമ്മൾ ഒഴിഞ്ഞൊഴിഞ്ഞ് പാതാളം കുഴിച്ച് അങ്ങ് താഴെ പോയി. എന്തൊരു കഷ്ടപ്പാടാ ദൈവമേ. ഞാൻ ഇനിയിപ്പോ എന്താ വേണ്ട പറ. നീ അവളോട് ചോദിക്കും കാര്യം എന്താണെന്ന്. എന്താടാ അമ്മക്ക് അതിട്ട് ചോദിച്ചപ്പോ ഇത് ഞാൻ ചോദിച്ചിട്ട് പറയണ്ടേ? നീ പോയി ചോദിക്കും കാര്യം എന്താണെന്ന്. എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അതെ, അവളെ ചെവിക്കലിന് നല്ല പെടൻ കിട്ടതിന്റെ കുറവാണ്. നീ അതേ പഠിച്ചിട്ടുള്ളൂ. നിന്റെ എടുത്തിയാട്ടോ എല്ലാത്തിനും കാരണം. പെട്ട പോയി ചോദിക്കുക എന്താണ് കാര്യം എന്ന് പോയി ചോദിക്കുക. എന്താ കാര്യം പറഞ്ഞേക്കാം. എന്താണ് കാര്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നിന്റെ ഈ മറ്റേ അഹങ്കാര മനോന്നും അവിടെ കാണിക്കുക. ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കുകയാണ്. ഒത്തീർപ്പാക്കാൻ നോക്കണം. എന്താ ഇത് ജമന്തി, പതുക്കെട്ടൂടെ? ഇത് പൊട്ടി പോകില്ലേ? ഹലോ, എന്താണ് പ്രശ്നം? എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ല അമ്മ. എന്താ പ്രശ്നം? അമ്മയോട് ചോദിച്ചേക്ക്. അമ്മയ്ക്കല്ല, നിനക്കാണ് പ്രശ്നം എന്നല്ലേ പറഞ്ഞേ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിയില്ലോ, അതുപോലെ നിങ്ങൾക്ക് തോന്നണല്ലോ. അതാ എന്റെ പ്രശ്നം. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഇതെന്താന്ന് പറയാതെ എങ്ങനെ മനസ്സിലാവുക? ദിവസം ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താ തിങ്കളാഴ്ചക്ക് പ്രത്യേകത? എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് ഇന്ന്? എനിക്ക് അറിഞ്ഞൂടാ. എന്തെന്നാ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോയി ഞാനെന്ത് പറയാനാണ്? ഇന്നപ്പോ ഒരു പ്രത്യേകതയില്ലേ? ഞാൻ ആലോചിച്ചിട്ട് ഒരു പ്രത്യേകതയും കാണാനില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്കാണല്ലോ എല്ലാ പ്രത്യേകത. എന്താണ് കാര്യം? ഈ കാര്യം എന്താന്ന് പറയാന്ന്. ഇന്ന് ഞാൻ ഒരു കല്യാണം കഴിച്ച ദിവസം. ഓ, ഇന്നാണോ? ഇന്നല്ല, കുറെ വർഷം മുമ്പ്. എന്താ 10-13 കൊല്ലായില്ലേ? ആരെ പതൊക്കെ ഓർത്ത് വെക്കണം? അതെന്നെ. ആരാ അത് ഓർത്ത് വെക്കണേ? നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ലല്ലോ. ഞാനൊരു സത്യം അങ്ങോട്ട് പറയട്ടെ. ഇതൊന്നും നിന്റെ ഈ ദേഷ്യം കാണാൻ വേണ്ടിട്ട് ഞാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചത്. അപ്പോഴോ അയ്യോ, വീണടുത്ത് കിടന്നങ്ങ് ഉരുണ്ട് പെരണ്ട് നാണില്ലല്ലോ ഏട്ടാ. അപ്പൊ എന്റെ ദേഷ്യം കാണാൻ വേണ്ടി ചെയ്താണോ? ആണല്ലേ? എന്നാ പിന്നെ പോട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനി എന്താണ്? കഷ്ടമുണ്ട് ഏട്ടാ. അപ്പൊ ഇങ്ങനെ പറയണ്ടേ? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരാന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈശ്വര, ഞാൻ എന്ത് തരാന്നാ പറഞ്ഞത് നിന്നോട്? ഒന്നും ഓർമ്മയില്ലല്ലേ? കഴിഞ്ഞ തവണ വെഡിങ് ആനിവേഴ്സറി മറന്നുപോയപ്പോ എന്റെ ഈ തലയെ തൊട്ട് സത്യം ചെയ്തതാ. അടുത്ത തവണ ഒരു നെക്ലേസ് മേടിച്ചു തരാന്ന്. നെക്ലസോ? ഓർമ്മയില്ലേ?
ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എടി ഞാൻ എപ്പോന്ന് അടുത്ത തവണ എന്തായാലും ജമന്തി വെഡിങ് ആനിവേഴ്സറി ആണ് എന്നുള്ളത് ഞാൻ തന്നെ നിന്നെ ഓർമ്മിപ്പിക്കും. എന്നിട്ട് ഒരു നെക്ലേസ് നിന്റെ കയ്യിൽ വെച്ച് തരുന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന് പറയും. ഉണ്ടോ? ഓർമ്മയുണ്ട്. എപ്പോ തരും? അത് നമുക്ക് വാങ്ങിക്കാം. എപ്പോ വാങ്ങിക്കും? വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ചു തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്റെ വാക്കിന് വിലയുണ്ട്. നീ അത് വിചാരിച്ചോ? ഞാൻ വാക്കിന് ഭയങ്കര വിലയുണ്ട്. കഷ്ടാണ് കേട്ടാ. ഓരോ ഭർത്താക്കന്മാരെ ഭാര്യമാരെ നോക്കണം കാണുമ്പോ എനിക്ക് അസൂയ തോന്നാ. ഇവിടെ കള്ളം കുടിച്ചൊരൊറ്റ നടപ്പില്ലേ ആ തമിഴൻ, അവൻ തന്നെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ആ മുത്തുമണിക്ക് ഇത്തിരി പോന്നൊരു കമ്മല് മേടിച്ചു കൊടുത്തു. എന്താ ആയിക്കോട്ടെ, ജോലിക്ക് പോണില്ല, ഒരു സമ്പാദ്യം ഇല്ലാത്തവനാ, എന്നാലും അത് മേടിച്ചു കൊടുക്കാനുള്ള മനസ്സില്ലേ? അവരുടെയൊക്കെ ജീവിതം കാണുമ്പോഴേ എനിക്ക് അസൂയ തോന്നും. എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ജീവിതം. എന്താടി നിന്റെ ജീവിതത്തിന് കുഴപ്പം? നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. നിനക്കിപ്പോ എന്താ പ്രശ്നം? ഒരു നെക്ലസ് അല്ലേ? വാങ്ങിച്ചു തരാം. എപ്പോ വാങ്ങിച്ചു തരാം. ഉറപ്പ്? വാങ്ങിച്ചു തന്നാ പോരെ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി. എൻ്റെ 13 വർഷമായി. ഇന്ന് വിവാഹ വാർഷികാടോ? ആണോ? ശരി. അപ്പം തകപ്പാണെന്ന്. ഞാനൊരു കുഞ്ഞു സാധനം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുന്നത്. എന്തിട്ടാണ്? 2 പവൻ്റെ നെക്ലസ്. കുഞ്ഞു സാധനം 2 പവൻ്റെ? കുഞ്ഞു സാധനത്തിന് 10-60,000 രൂപയാകും. എടോ, ഇത് ഞാൻ എന്തോ പറഞ്ഞതാണ്. കഴിഞ്ഞ വിവാഹ വാർഷികത്തിൻ്റെ സമയത്ത് അങ്ങോട്ട് പറഞ്ഞതാണ്. ഇന്ന് രാവിലെ അവൾ പറയുകയാണ് ആ സാധനം പണമെന്ന്. ഞാൻ എവിടുന്ന് കൊടുക്കാറുണ്ട്? മേടിച്ചു കൊടുക്കുക. നീ പറഞ്ഞല്ലേ, വാക്ക് പറഞ്ഞാൽ നമ്മളത് ചെയ്യണത്. പിന്നെ എന്ത് അതൊക്കെ അവരിട്ട് നോക്കിയിടുന്നു. കിട്ടിയാ കിട്ടി, അല്ലാതെ 2 പവനൊക്കെ ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റും കൊണ്ടുപോയി കൊടുക്കാൻ. ഇല്ലെങ്കിൽ 4 മാസം മുമ്പ് പറയണ്ടോ? എന്നാൽ പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് ഈ പെട്ടെന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഇപ്പം ഇന്ന് രാവിലെ മുഖം മുറിപ്പിച്ചിരിക്കുക. അത് ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ മാറിക്കോളൂ. നീ എന്തെങ്കിലും പറഞ്ഞേച്ചാൽ മതി. അടുത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ പറഞ്ഞു